നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു കുഞ്ഞു പുൽക്കൂട് ഉണ്ടാക്കിയാണ് നമ്മൾ, അതായത് നമ്മുടെ റൂമിലും നമ്മുടെ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു ചെറിയ പുൽക്കൂട് ഉണ്ടാക്കിയാണ്. പക്ഷേ ചെറുതാണെന്ന് വെച്ചാൽ അതിൻ്റെ ഭംഗി ഒട്ടും കുറയുന്നില്ല, കാണാൻ അടിപൊളിയാണ്. രാത്രിക്കൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് നല്ല ലുക്കാണ്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല, നേരെ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാന്നുള്ള ആ ഒരു വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ നല്ല ക്ലിയർ ഉള്ള നല്ല വൃത്തിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അത് പ്ലാസ്റ്റിക് ആയാലും പ്രശ്നമില്ല, ചില്ലിൻ്റെതായാലും പ്രശ്നമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഒരു പുല്ലിൻ്റെ രീതിയിലുള്ള ഒരു കാർപ്പറ്റാണ് എടുക്കുന്നത്. ആ ഒരു കാർപ്പറ്റ് നമ്മൾ എടുത്തിട്ടുള്ള ഒരു കുപ്പി ഉണ്ടല്ലോ, അതിൻ്റെ ആ അടിഭാഗത്തിൻ്റെ അളവിനനുസരിച്ച് വട്ടത്തിൽ ഇതുപോലെ മുറിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു രീതിയിൽ മുറിച്ചെടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കുകളാണ് ആവശ്യമായിട്ടുള്ളത്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഓല ഈർക്കിലൊക്കെ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചാലും മതി. അപ്പോൾ നമ്മൾ എത്രക്കുള്ള പുൽക്കൂടാണ് ഉണ്ടാക്കുന്നത് അനുസരിച്ചിട്ട് അതിൻ്റെ ആ ഒരു ബേസ്, അതായത് ആ ഒരു തറ ഭാഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് ഇപ്പോൾ ഞാൻ എടുക്കുന്ന കുപ്പിയുടെ അളവായിരിക്കില്ലല്ലോ നിങ്ങളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എത്രക്കുള്ളത് വേണോ അതിനനുസരിച്ച് ആ ഒരു തറ ഭാഗം കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇത്രക്കുള്ള ഒരു പുൽക്കൂടാണ് ഉണ്ടാക്കാൻ പോകുന്നുള്ളത്. അപ്പോൾ ഞാൻ അത്രക്കുള്ള ഒരു ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ഒരു തറ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. ആദ്യം അതിലേക്ക് രണ്ട് വലിയ, അതായത് ഐസ്ക്രീം സ്റ്റിക്ക് തന്നെയാണ്, അത് രണ്ട് സൈഡിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ ചെറുത്, അതിൻ്റെ നേർ പകുതി ഉള്ളതൊന്ന് ഒട്ടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡിലും ഒട്ടിച്ചിട്ടുണ്ട്. അതിനൊരു ഫ്രെയിം പോലെയൊക്കെ ആക്കിയിട്ടുണ്ട്. ഞാൻ ഇത് ഒട്ടിക്കുന്നത് കാണിക്കുന്നില്ല, കാരണം കുറേ സമയം ഉണങ്ങാനൊക്കെ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതൊക്കെ കാണിച്ചാൽ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. ആദ്യം എന്താണ് ചെയ്തതെന്ന് വെച്ചിട്ട്, അപ്പോൾ ഞാൻ ആദ്യം ഈ രണ്ട് സാധനം ഒട്ടിച്ചു, ആ സൈഡിലുള്ള ആ ചെറുത് ഒട്ടിച്ചു, അതിനുശേഷം ബാക്ക് സൈഡ് ഒട്ടിച്ചു. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ മുകൾ ഭാഗത്ത് കണ്ടോ, ആ ഒരു ത്രികോണം പോലുള്ള ആ ഒരു ഷേപ്പിലൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ക്രോസിലൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പുൽക്കൂടിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് ഉള്ളത്. ഇപ്പോൾ ഇങ്ങനെയുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ഇതുണ്ടല്ലോ, ഗ്യാപ്പൊക്കെ ഉണ്ടല്ലോ, ഇവിടെ കാണിച്ചു തരാം. ഇവിടെയൊക്കെ ഞാനിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ മുറിച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ആ ബാക്ക് സൈഡിലും അതേപോലെ തന്നെ ഈ ഒരു സൈഡിലൊക്കെ ഞാനിങ്ങനെ ആ ഒരു തൊഴുത്തിൻ്റെ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് ഈർക്കിലോണ്ട് ചെയ്താൽ കുറച്ചുകൂടി കാണാൻ നല്ല ഭംഗിയുണ്ടാവും, കാരണം നേരിയതായതുകൊണ്ട് കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മുടെ മേൽക്കൂര സെറ്റാക്കണം. അതിനായിട്ടൊരു കാർഡ്ബോർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറച്ച് കട്ടിയുള്ള ഒരു സംഭവം എടുത്ത് ഇതുപോലെ നടുക്ക് മുറിച്ച് അതിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ആ സൈഡിൽ നമ്മൾ ചെയ്ത ഭാഗത്തും അത് അതേപോലെ വെച്ച് ചെറിയൊരു കഷ്ണം വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പോൾ ഏകദേശം നമുക്ക് ആ ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ട്, ആ ഒരു പുൽക്കൂടിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്, ആ ഒരു പഴയ മോഡല് തൊഴുത്തിൻ്റെ ആ ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്കതിന് പുല്ലൊട്ടിക്കണം. ഇതിനായിട്ട് ഇതുപോലെ ഉണങ്ങിയ പുല്ലുണ്ടെങ്കിൽ വളരെ നല്ലത്. ഞാൻ കുറച്ച് ഉണങ്ങിയ പുല്ല് എടുത്തിട്ടുണ്ട്. ആ ഒരു പുല്ല് എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു മേൽക്കൂര ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഫെവിക്കോൾ എടുക്കുന്നു. ഫെവിക്കോൾ എടുത്ത് അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നു. അതിനുശേഷം കുറച്ച് പുല്ലെടുത്ത് അവിടെ ഇങ്ങനെ ഒട്ടിച്ച് അമർത്തി കൊടുക്കാം. ബാക്കി വരുന്ന ആ ഒരു ഭാഗം കത്രിക ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്യാം. ഇതേപോലെ ബാക്കിയുള്ള ആ സൈഡുകളിലും ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മുടെ ഈ ഒരു കുപ്പിയിലേക്ക് ഇറക്കി വെച്ചാൽ നമ്മുടെ പുൽക്കൂട് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത്രയും നമ്മുടെ പുൽക്കൂട് ഉണ്ടാക്കാനുള്ള പണിയുള്ളൂ. അതിന് അടുത്തതായിട്ട് ആ ഒരു പാത്രത്തിൻ്റെ അടപ്പുണ്ടല്ലോ, ആ അടപ്പൊന്ന് ഊരിയെടുക്കാം. നമുക്കിതിൻ്റെ അകത്ത് ലൈറ്റ് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ അടപ്പ് ഊരിയിട്ടുള്ളത്. ഞാനൊരു LED ലൈറ്റ് എടുക്കുന്നു. ഇതൊരു മഞ്ഞ ഗോൾഡ് കളർ LED ആണ് ഈ LED വരുന്ന ലൈറ്റ്. അപ്പോൾ ഗോൾഡ് കളറ് അങ്ങനെയുള്ള കളർ എടുത്താലും നല്ലത്. അപ്പോൾ അതിൻ്റെ ഞാൻ നടുഭാഗത്തായിട്ട് ഒരു ഓട്ട ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാ ഈ ഒരു LED അതിൻ്റെ അകത്തേ കൂടി കറക്റ്റായിട്ട് മുകളിൽ നിന്ന് താഴോട്ട് അടിക്കുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. എന്നാൽ അതവിടെ വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്തെങ്കിലും ഇൻസുലേഷൻ ടാപ്പോ അല്ലെങ്കിൽ സെല്ലോ ടാപ്പോ മറ്റോ ഉപയോഗിച്ച് ഇളകാത്ത രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ പുൽക്കൂട്ടിൽ വെക്കാനുള്ള ചെറിയ ചെറിയ രൂപങ്ങൾ ഉണ്ടാക്കുന്നതല്ല, വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പോൾ വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഇവിടെ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ നമ്മുടെ കുട്ടികളൊക്കെ കളിക്കാൻ ഉപയോഗിക്കുന്ന ക്ലേ ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ക്ലേ ഉപയോഗിച്ച് കുറച്ച് ഇങ്ങനെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരിക്കലും പെർഫെക്റ്റ് എന്ന് ഞാൻ പറയില്ല, ജസ്റ്റ് മനുഷ്യരൂപങ്ങൾ പോലെ ഇങ്ങനെ തോന്നിക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വാങ്ങിക്കാൻ കിട്ടാത്തത് കൊണ്ടാണ്. വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ മാക്സിമം വാങ്ങിച്ചിട്ട് തന്നെ ചെയ്യാം, എന്നാൽ മാത്രമേ അവർ കാണുമ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും പിന്നെ വെക്കണമല്ലോ എന്ന് വെച്ച് കുറച്ച് ആ ക്ലേ കൊണ്ട്, വൈറ്റ് ക്ലേ കൊണ്ട് ഉണ്ടാക്കി കുറച്ച് പെയിൻ്റൊക്കെ കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് നക്ഷത്രങ്ങളും അതേപോലെ മണിയും ആ ഒരു ക്രിസ്മസിൻ്റെ പുൽക്കൂടിലുണ്ടാവുന്ന ആ കുറച്ച്
മണിയും ക്രിസ്മസ് ട്രീയും കുറച്ച് കല്ലുകളൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അലങ്കരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, അതൊക്കെ പറ്റാവുന്നത്ര കളക്ട് ചെയ്യുക. അതായത് ചെറിയ ചെറിയത് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വളരെ ചെറിയ സ്റ്റാറും അതേപോലെ ചെറിയ ചെറിയ മണികളും അതൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊന്ന് തൂക്കിയിടണം. അതിനായിട്ട് ഞാൻ ഈ ഒരു അടപ്പിൻ്റെ, അതായത് നമ്മുടെ സ്റ്റാറൊക്കെ കയറിൽ കെട്ടിയതിന് ശേഷം ഈ അടപ്പിൻ്റെ അടിഭാഗത്തായിട്ട് പ്ലാസ്റ്ററോ അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടാപ്പോ വെച്ചതാ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ ഇതിങ്ങനെ തൂങ്ങി കിടക്കുന്നതായിരിക്കും. അപ്പോൾ രാത്രിക്കൊക്കെ കാണുമ്പോൾ, അതായത് ആ ലൈറ്റൊക്കെ ഇട്ടിട്ടായിട്ടാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. കണ്ടോ, ഇങ്ങനെ നക്ഷത്രങ്ങളൊക്കെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് പോലെ തോന്നും. ആ ഒരു മണികളും നക്ഷത്രങ്ങളും ബാക്കി ഇങ്ങനെ ആ ചെറിയ ചെറിയ ബോളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ തൂക്കിയിട്ടാൽ നല്ല ഭംഗിയുണ്ടാവും. ചെറിയ ചെറിയ ക്രിസ്മസ് ട്രീ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു പുല്ലിലൊക്കെ വെക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ കുറച്ച് നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെറിയ ചെറിയ സാധനങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് ഇട്ട് വെക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇനി ഇതുപോലെ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ തൊപ്പി എടുത്ത് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് വെച്ച് കൊടുക്കുന്നു. കാരണം നമ്മുടെ ആ ഒരു കുപ്പിയുടെ ആ ഒരു ലുക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു അടപ്പും പിന്നെ ആ ഒരു LED ഒട്ടിച്ചതൊക്കെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതുപോലെ എന്തെങ്കിലും റിബണോ മറ്റോ ഉണ്ടെങ്കിൽ ആ ഒരു താഴെ ഭാഗത്ത് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ സംഭവം റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് രാത്രിക്ക് ആ ഒരു സ്വിച്ച്, അതായത് ആ ലൈറ്റിലേക്ക് ഒന്ന് കണക്ഷൻ കൊടുത്ത് ലൈറ്റ് ഒന്ന് ഓൺ ചെയ്താൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ ക്രിസ്മസിൻ്റെ ആ പുൽക്കൂട്, മിനിച്ചർ പുൽക്കൂട് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഷോക്കേസിലോ അല്ലെങ്കിൽ വീടിൻ്റെ റൂമിൻ്റെ ഏതെങ്കിലും മൂലയിലോ ഒക്കെ വെച്ചാൽ കാണാൻ നല്ല ഭംഗിയാണ്. രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസൊക്കെ കാണിച്ചു തരാം. Making